ഗൈസ്, ജപ്പാൻ സീരീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്, അതായത് ജപ്പാനത്തെ ഒരു ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നതാണ് ജപ്പാനത്തെ ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ ഇതിൻ്റെ വിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് നിലയിലും ഗോൾഡ് ലീവ്സ് വെച്ചിട്ട് ഫുള്ളി പ്ലേറ്റ് വെക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഗോൾഡൻ ടെമ്പിളിൻ്റെ യഥാർത്ഥ പേരെന്ന് വെച്ചാൽ കെൻകാവോ ജി എന്നായിരുന്നു. ഒറിജിനലി 1300s പണിത ഒരു വില്ലയായിരുന്നു. അഷികാഗ യോഷിമിത്സു പണിത ഒരു വില്ലയാണിത്. ഇയാളുടെ മരണശേഷം ഇയാളുടെ മോൻ ഈ വില്ലയെ ഒരു സെൻ ബുദ്ധിസ്റ്റ് ടെമ്പിളാക്കി മാറ്റി. അത് ഈ യോഷിമിത്സുവിൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു ആ മാറ്റം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഗോൾഡൻ ടെമ്പിളിലെ മനോഹരമായ കാഴ്ച കണ്ട ശേഷം ഞങ്ങൾ പോയ സ്ഥലമാണ് ഫുഷിമി ഇനാരി ഷ്രൈൻ. ഈ ഫുഷിമി ഇനാരി ഷ്രൈൻ കൊയോട്ടോ ജപ്പാനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനാരി മൗണ്ടൻ്റെ മുകളിലാണ് ഇതിൻ്റെ സ്ഥാനം. ഇവിടെ ആയിരക്കണക്കിന് ഗേറ്റ് പോലെ അങ്ങനെ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ടണൽ ലൈക്ക് എഫക്റ്റ് നമ്മൾ ഈ മൗണ്ടിൽ കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. പിന്നെ ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷ്രൈൻസ് ഇൻ ജപ്പാനാണ്. ഇത് ഒരു മെയിൻ ഷ്രൈനാണ് ഷിൻഡോ ഷ്രൈൻസിൻ്റെ ഇടയിൽ. ഇതാണ് നമ്മളുടെ ഫുഷിമി ഇനാരിയുടെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് കയറി നമ്മൾ ആ മൗണ്ടൻ്റെ പീക്ക് വരെ എത്തും. ഈ മൗണ്ടൻ ഇനാരി ഒരു സേക്രഡ് മൗണ്ടൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ നമുക്കെന്തോ ലക്ക് അങ്ങനെ എന്തോ കിട്ടുമെന്ന് പറയും. അങ്ങനെ ഫുഷിമി ഇനാരി ഷ്രൈൻ കണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള പോക്കാണിത്. ജപ്പാൻ സീരീസ് ഇവിടെ അവസാനിക്കുന്നതാണ്. ഇനി നമ്മൾ പുതിയൊരു ഡെസ്റ്റിനേഷൻ, പുതിയൊരു യാത്ര ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.